സൗരയൂഥം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും ഈ പേര്. നാം അധിവസിക്കുന്ന ഭൂമി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇതിനെപ്പറ്റി വിശദമായി നോക്കിയാലോ? സൂര്യനെ ചുറ്റിപ്പറ്റി ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ എന്നിവ സഞ്ചരിക്കുന്ന അത്ഭുത ലോകമാണ് സൗരയൂഥം. ഈ വീഡിയോയിൽ സൗരയൂഥത്തിന്റെ രസകരമായ വിവരങ്ങൾ നമുക്ക് ലളിതമായി പരിചയപ്പെടാം. സൗരയൂഥം നമ്മുടെ വിശാലവും അതിരുകളില്ലാത്തതുമായ ബ്രഹ്മാണ്ഡത്തിൽ സൂര്യനെ കേന്ദ്രമായി ഉൾക്കൊണ്ട് നിലനിൽക്കുന്ന അത്യന്തം അത്ഭുതകരവും ശാസ്ത്രീയമായി വലിയ പ്രാധാന്യമുള്ളതുമായ ഒരു ആകാശ സമൂഹമാണ്. ഈ സൗരയൂഥത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സൂര്യൻ ഒരു സാധാരണ നക്ഷത്രമല്ല, മറിച്ച് അത്യധികം ഊർജവും താപവും പ്രകാശവും പുറപ്പെടുവിക്കുന്ന ഒരു ഭീമൻ തീഗോളമാണ്. സൂര്യനിൽ നിന്നുള്ള പ്രകാശവും ചൂടുമാണ് ഭൂമിയിലും മറ്റു ഗ്രഹങ്ങളിലും കാലാവസ്ഥ, ഊർജ്ജചക്രങ്ങൾ, ജലചക്രം എന്നിവയെ നിയന്ത്രിക്കുകയും ജീവന്റെ നിലനിൽപ്പിന് അടിസ്ഥാനമൊരുക്കുകയും ചെയ്യുന്നത്. സൂര്യന്റെ ശക്തമായ ഗുരുത്വാകർഷണ ബലം കൊണ്ടാണ് സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളും, ഉപഗ്രഹങ്ങളും, ആസ്റ്ററോയിഡുകളും, ധൂമകേതുക്കളും നിശ്ചിത പാതകളിൽ ചുറ്റിഭ്രമണം ചെയ്യുന്നത്. സൂര്യനെ ചുറ്റി 8 പ്രധാന ഗ്രഹങ്ങളാണുള്ളത്: ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇവയെ 2 വിഭാഗങ്ങളായി തിരിക്കാം. ഭൂമി സമാന ഗ്രഹങ്ങൾ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. വാതകവും ഐസും നിറഞ്ഞ ഭീമൻ ഗ്രഹങ്ങൾ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ബുധൻ സൂര്യനോട് ഏറ്റവും അടുത്തുള്ളതും താപനിലയിൽ വലിയ വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നതുമായ ഗ്രഹമാണ്. പകലിൽ അത്യധികം ചൂടും രാത്രിയിൽ അത്യന്തം തണുപ്പും ഇവിടെ കാണപ്പെടുന്നു. ശുക്രൻ കട്ടിയുള്ള കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷം കാരണം ഗ്രീൻ ഹൗസ് പ്രഭാവം ഏറ്റവും ശക്തമായി അനുഭവപ്പെടുന്ന ഗ്രഹമായി അറിയപ്പെടുന്നു. അതിനാൽ സൂര്യനോട് അടുത്തല്ലാത്തിട്ടും ഏറ്റവും ചൂടുള്ള ഗ്രഹമായി അത് മാറിയിരിക്കുന്നു. ഭൂമി സൗരയൂഥത്തിലെ അപൂർവമായ ഒരു ഗ്രഹമാണ്. കാരണം ഇവിടെ ദ്രവജലം, ഓക്സിജൻ നിറഞ്ഞ അന്തരീക്ഷം, അനുയോജ്യമായ താപനില, ഗുരുത്വാകർഷണം എന്നിവ ചേർന്നാണ് ജീവൻ വികസിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നത്. ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രൻ സമുദ്രങ്ങളിലെ തിരമാലകൾ നിയന്ത്രിക്കുകയും ഭൂമിയുടെ അച്ചുതണ്ടിന്റെ സ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ചൊവ്വയെ ചുവന്ന ഗ്രഹം എന്നു വിളിക്കുന്നത് അതിൻ്റെ ഉപരിതലത്തിലെ ഇരുമ്പ് ഓക്സൈഡിന്റെ സാന്നിധ്യം കൊണ്ടാണ്. കൂടാതെ ഭാവിയിൽ മനുഷ്യർ താമസിക്കാൻ സാധ്യതയുള്ള ഗ്രഹമായി ചൊവ്വയെ ശാസ്ത്രജ്ഞർ ഏറെ പഠിച്ചുവരുന്നു. വ്യാഴം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ്. അതിൻ്റെ ശക്തമായ ഗുരുത്വാകർഷണം നിരവധി ആസ്റ്ററോയിഡുകളെയും ധൂമകേതുക്കളെയും ആകർഷിച്ച് ഭൂമിയെ പല അപകടങ്ങളിൽ നിന്നും പരോക്ഷമായി സംരക്ഷിക്കുന്നു എന്ന് കരുതപ്പെടുന്നു. ശനി അതിൻ്റെ മനോഹരമായ വളയങ്ങളാൽ പ്രശസ്തമാണ്. ഈ വളയങ്ങൾ ഐസ്, പാറ, ധൂൾ കണങ്ങൾ എന്നിവ കൊണ്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. യുറാനസും നെപ്റ്റ്യൂണും ഐസ് ഭീമൻ ഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നു. ഇവയുടെ അന്തരീക്ഷത്തിൽ മീഥേൻ പോലുള്ള വാതകങ്ങൾ കൂടുതലായി കാണപ്പെടുന്നതിനാൽ ഇവയ്ക്ക് നീല നിറം തോന്നുന്നു. സൗരയൂഥത്തിൽ ഗ്രഹങ്ങൾക്കൊപ്പം ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങൾ, ചൊവ്വയും വ്യാഴവും തമ്മിലുള്ള ആസ്റ്ററോയിഡ് ബെൽറ്റ്, നെപ്റ്റ്യൂണിനപ്പുറമുള്ള കൈപ്പർ ബെൽറ്റ്, ദൂരെയുള്ള ഊർട്ടുമേഘം എന്നിവയും ഉൾപ്പെടുന്നു. ധൂമകേതുക്കൾ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥങ്ങളിലൂടെ സൂര്യനെ സമീപിക്കുമ്പോൾ അവരുടെ വാലുകൾ രൂപപ്പെടുകയും സൗരയൂഥത്തിന്റെ പ്രാചീന അവസ്ഥകളെക്കുറിച്ച് വിലപ്പെട്ട സൂചനകൾ നൽകുകയും ചെയ്യുന്നു. ശാസ്ത്രലോകത്തിന്റെ കണക്കുപ്രകാരം ഏകദേശം 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭീമൻ വാതക ധൂൾമേഘം ചുരുങ്ങി രൂപപ്പെട്ടതാണ് സൗരയൂഥം. അതിനുശേഷം തുടർച്ചയായ വികാസങ്ങളും മാറ്റങ്ങളും ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ ബഹിരാകാശ ഗവേഷണത്തിലൂടെ ടെലിസ്കോപ്പുകളും ഉപഗ്രഹങ്ങളും പേടകങ്ങളും ഉപയോഗിച്ച് സൗരയൂഥത്തിലെ ഓരോ ഘടകത്തെയും വിശദമായി പഠിച്ചു വരുന്നു. ഇതിലൂടെ നമ്മുടെ ഭൂമിയുടെ ഉത്ഭവവും ഭാവിയും ജീവന്റെ സാധ്യതകളും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനാൽ സൗരയൂഥമെന്നത് ഗ്രഹങ്ങളുടെ ഒരു ലളിതമായ കൂട്ടമല്ല, മറിച്ച് ശാസ്ത്രം, കൗതുകം, അത്ഭുതം, മനുഷ്യന്റെ അറിവിന്റെ പരിധികൾ എന്നിവയെ നിരന്തരം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ പ്രപഞ്ച സംവിധാനമാണ്. സൗരയൂഥത്തിൽ 8 ഗ്രഹങ്ങളും ആ ഗ്രഹങ്ങളുടെ 160ഓളം ഉപഗ്രഹങ്ങളും 5 കുള്ളൻ ഗ്രഹങ്ങളുമുണ്ട്. ഇതിനു പുറമെ ഉൽക്കകളും വാൽ നക്ഷത്രങ്ങളും ഗ്രഹാന്തരീയ പടലങ്ങളും സൗരയൂഥത്തിലുണ്ട്. ഏതാണ്ട് 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭീമൻ തന്മാത്രാ മേഘത്തിൽ നിന്നാണ് ഇവ രൂപം കൊണ്ടത്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നിവയെ ഭൂസമാന ഗ്രഹങ്ങൾ എന്നു വിളിക്കുന്നു.
ഇവയിൽ പ്രധാനമായും അടങ്ങിയിട്ടുള്ളത് പാറകളും ലോഹങ്ങളുമാണ്. 4 ബാഹ്യഗ്രഹങ്ങളെ വാതക ഭീമന്മാർ എന്ന് വിളിക്കുന്നു. ഇവ ആന്തരഗ്രഹങ്ങളെക്കാൾ പിണ്ഡം വളരെയധികം കൂടിയവയാണ്. ഏറ്റവും വലിപ്പമേറിയ ഗ്രഹങ്ങളായ വ്യാഴം, ശനി എന്നിവയിൽ ഹൈഡ്രജൻ, ഹീലിയം എന്നിവയാണ് പ്രധാന ഘടകവസ്തുക്കൾ. ഏറ്റവും പുറമേയുള്ള യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയിൽ ജലം, അമോണിയ, മീഥെയ്ൻ എന്നിവയുടെ ഹിമരൂപങ്ങളാണ് പ്രധാനമായും അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടിവയെ ഹിമഭീമന്മാർ എന്നും വിളിക്കുന്നു. സൗരയൂഥം അനേകായിരം ചെറുപദാർത്ഥങ്ങളാലും സമ്പന്നമാണ്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ കിടക്കുന്ന ഭിന്നഗ്രഹവലയം ഇത്തരം പദാർത്ഥങ്ങളാൽ സമ്പന്നമാണ്. ഇവയുടെ ഘടന ഭൂസമാന ഗ്രഹങ്ങളുടേതുപോലെ തന്നെയാണ്. പാറകളും ലോഹങ്ങളും തന്നെയാണ് പ്രധാന ഘടകങ്ങൾ. നെപ്റ്റ്യൂണിന് പുറത്തുള്ള കൈപ്പർ വലയം എന്നറിയപ്പെടുന്ന ഭാഗത്തും ഇതുപോലെയുള്ള നിരവധി പദാർത്ഥങ്ങളുണ്ട്. ഇവയിൽ പ്രധാനമായും അടങ്ങിയിട്ടുള്ളത് ജലം, അമോണിയ, മീഥെയ്ൻ എന്നിവയുടെ ഹിമരൂപങ്ങളാണ്. സെറസ്, പ്ലൂട്ടോ, ഹൗമിയ, മെയ്ക്ക്, ഈറിസ് എന്നീ കുള്ളൻ ഗ്രഹങ്ങൾ ഈ മേഖലയിലാണുള്ളത്. സ്വന്തം ഗുരുത്വബലത്താൽ ഗോളാകാരം കൈക്കൊണ്ടവയാണിവ. വാൽ നക്ഷത്രങ്ങൾ, ഗ്രഹാന്തരീയ ധൂളികൾ, ഉപഗ്രഹങ്ങൾ, ഗ്രഹവലയങ്ങൾ തുടങ്ങിയ പദാർത്ഥങ്ങൾ വേറെയുമുണ്ട്. സൂര്യനിൽ നിന്നുള്ള പ്ലാസ്മ കണങ്ങളുടെ പ്രവാഹത്തെ സൗരവാതമെന്ന് പറയുന്നു. ഇത് നക്ഷത്രാന്തരീയ മാധ്യമത്തിൽ ഒരു കുമിള സൃഷ്ടിക്കുന്നു. ഇതിനെയാണ് ഹീലിയോസ്ഫിയർ എന്നു പറയുന്നത്. സൗരയൂഥത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഓട്ട് മേഘം എന്നറിയപ്പെടുന്ന ഭാഗത്തു നിന്നാണ് ദീർഘകാല വാൽ നക്ഷത്രങ്ങൾ വരുന്നത്. സൂര്യൻ ഒരു മുഖ്യധാര നക്ഷത്രമാണ്. സൗരയൂഥത്തിലെ 99.86% ദ്രവ്യവും സൂര്യനിലാണ് അടങ്ങിയിരിക്കുന്നത്. ബാക്കി വരുന്ന ദ്രവ്യത്തിന്റെ 99%വും വാതക ഭീമന്മാരെന്നറിയപ്പെടുന്ന 4 ഗ്രഹങ്ങളിലാണുള്ളത്. ഇതിലെ 99%വും ശനിയിലും വ്യാഴത്തിലും അടങ്ങിയിരിക്കുന്നു. സൗരയൂഥത്തെ പ്രധാനമായി 3 ഭാഗങ്ങളായി തിരിക്കാം. ഭൂസമാന ഗ്രഹങ്ങളും ഭിന്നഗ്രഹങ്ങളും അടങ്ങിയ ഭാഗത്തെ ആന്തര സൗരയൂഥം എന്നു പറയുന്നു. ഭിന്നഗ്രഹ വലയത്തിനു പുറത്തും ഹിമപദാർത്ഥങ്ങളടങ്ങിയ കൂയിപ്പർ ബെൽറ്റിനടുത്തുമായി കിടക്കുന്ന 4 വാതക ഭീമന്മാരടക്കമുള്ള ഭാഗത്തെ ബാഹ്യ സൗരയൂഥം എന്നും, നെപ്റ്റ്യൂണിനും പുറത്തുള്ള കൂയിപ്പർ ബെൽറ്റ് അടക്കമുള്ള ഭാഗത്തെ അതിബാഹ്യ സൗരയൂഥം എന്നും വിളിക്കുന്നു. കെപ്ലറുടെ ഗ്രഹചലന നിയമങ്ങൾ ഗ്രഹങ്ങളുടെ ഭ്രമണത്തെ വിശദീകരിക്കുന്നവയാണ്. ഒന്നാമത്തെ നിയമം എല്ലാ ഗ്രഹങ്ങളും സൂര്യനു ചുറ്റും ദീർഘവൃത്ത പാതയിൽ സഞ്ചരിക്കുന്നുവെന്നും ഇതിന്റെ ഒരു ഫോക്കസിലായിരിക്കും സൂര്യന്റെ സ്ഥാനമെന്നും പറയുന്നു. രണ്ടാമത്തെ നിയമം അനുസരിച്ച് ഗ്രഹങ്ങൾ സൂര്യനോട് അടുത്തു വരുമ്പോൾ വേഗത കൂടുകയും അകലുമ്പോൾ വേഗത കുറയുകയും ചെയ്യും. ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റാനെടുക്കുന്ന ആവർത്തന കാലത്തിന്റെ വർഗവും സൂര്യനിൽ നിന്നുള്ള ശരാശരി ദൂരത്തിന്റെ 3-ാം ഘാതവും നേരനുപാതത്തിലായിരിക്കും എന്ന് 3-ാം നിയമം അനുശാസിക്കുന്നു. ഒരു ഗ്രഹം അതിന്റെ ഭ്രമണവേളയിൽ സൂര്യനോട് അടുത്തു വരുന്ന ഭാഗത്തെ സൂര്യസമീപസ്ഥം എന്നും ഏറ്റവും അകലെയായിരിക്കുന്ന ഭാഗത്തെ സൂര്യവിദൂരസ്ഥം എന്നും പറയുന്നു. ഗ്രഹങ്ങൾക്ക് പൂർണ്ണ വൃത്തത്തോടടുത്ത രൂപമാണുള്ളതെങ്കിൽ വാൽ നക്ഷത്രങ്ങളും കൂയിപ്പർ ബെൽറ്റ് പദാർത്ഥങ്ങളും അതിദീർഘവൃത്ത പഥത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഗ്രഹങ്ങളെ ഭ്രമണം ചെയ്യുന്ന ഉപഗ്രഹ വ്യവസ്ഥയും ഇതിനുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. 2 ഉപഗ്രഹങ്ങൾ ബുധനേക്കാൾ വലിയവയുമാണ്. ഭൂരിഭാഗം ഉപഗ്രഹങ്ങളും അവയുടെ ഗ്രഹങ്ങളുമായി ഏകകാലിക ഭ്രമണം നിലനിർത്തുന്നവയാണ്. അതായത് അവയുടെ ഒരു മുഖം മാത്രമായിരിക്കും എപ്പോഴും അവയുടെ മാതൃഗ്രഹത്തിന് അഭിമുഖമായിരിക്കുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ ക്വിക്ക് ട്രൂത്ത് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത്. നമ്മുടെ ആദ്യത്തെ വീഡിയോയാണ്, അതിനാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.